ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി ഇന്നലെ ഗെയിമിൽ പുതിയൊരു പാക്ക് കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ ആഫ്കോണിൻ്റെ ആ പാക്കാണ് കേട്ടോ. അതിൽ നമ്മളുടെ സാദിയോമാനുണ്ട്, അതുപോലെ തന്നെ ബോനോ, പിന്നെ നമ്മളുടെ ലുക്മാനുണ്ട്, പിന്നെ ഈജിപ്തിൻ്റെ ഒരു പ്ലെയറും ഉണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സാദിയോമാനെ, അതിൽ ബിഗ് ടൈം വന്ന കാർഡാണ് നമ്മുടെ സാദിയോമാനെ. സാദിയോമാനോട് ഒരു ഗെയിം പ്ലേ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സെനഗലിനെ ആള് രണ്ടാമത്തെ തൊട്ടും ആഫ്കോൺ ചാമ്പ്യൻ ആക്കിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ആളുടെ ലീഡർഷിപ്പ് എടുത്ത് പറയണം. അവരൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ആൾ തിരിച്ച് വിളിപ്പിച്ച്, കാരണം ആൾക്കറിയാം അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമാവും, ചിലപ്പോൾ ബാൻ വരെ കിട്ടുകയെന്ന് വരാം. അപ്പോൾ ആളുടെ ആ മെൻറ്റാലിറ്റിയും അതുകൊണ്ട് അവർ തിരിച്ചു വിളിച്ചു, വന്ന് കളിച്ചു, കപ്പടിച്ചു, എല്ലാം ഒരു നിമിത്തം, അത്രേ പറയുള്ളൂ. അപ്പോൾ സെനഗൽ ആഫ്കോൺ ചാമ്പ്യന്മാരായി. കളി എല്ലാവരും കണ്ടു എന്നായിരിക്കും, ഗൂസ് ബംസ് ആയിരുന്നു കളി ഫുള്ള്, ഒരു രക്ഷയില്ല പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി ഒന്നുമല്ല. ഇന്നത്തെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാദിയോമാനയുടെ ഗെയിം പ്ലേ വേണം. ആളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യാലോ, അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് സാദിയോമാനയുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കി വെക്കാം. അപ്പോൾ അതിന് നമുക്ക് സാദിയോമാനയുടെ പ്രോഗ്രഷൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് ഷൂട്ടിങ് 8, ഡ്രിബിളിങ് 10, ഡിക്സ്റ്റാരിറ്റി 10, ലോ ബോൾ സ്ട്രെങ്ത് 10. അപ്പോൾ 8, 10, 10, 10. ഓക്കെ, അതാണ് ആളുടെ പ്രോഗ്രഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ കറൻറ്റ്ലി മാനയാണ്, 33 വയസ്സുള്ള മാന, റൈറ്റ് ഫുട്ടഡ് ആണ്. ആളിപ്പോൾ കളിക്കുന്നത് നമ്മുടെ അൽനസറിന് വേണ്ടിയിട്ടാണോ. അപ്പോൾ പ്രൊൽ ഫിംഗർ കാർഡാണ്. റൈറ്റിംഗ് ഫോർവേഡ്, ലെഫ്റ്റിംഗ് ഫോർവേഡ്, സെൻട്രൽ ഫോർവേഡ്, SS, റൈറ്റ് മിഡ്ഫീൽഡ് എന്നീ പൊസിഷനൊക്കെ ആൾ കളിക്കും കേട്ടോ. അതുകൊണ്ട് ആളെ പ്ലേ സ്റ്റൈൽസ് പറഞ്ഞാൽ ട്രിക്കസ്റ്റർ, മാസിങ്, റണ്ണ്, സ്പീഡിങ്, ബുള്ളറ്റ്, ഇൻവെസ്റ്റർ, ചില മിന്നൽ പോലെ റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു രക്ഷയില്ല, കിട്ടിയ സ്പീഡാണ് ആൾ. അതുപോലെ അഡീഷണൽ പൊസിഷൻ ഓഫൻസ് റൈറ്റ് മിഡ്ഫീൽഡ് ഒന്നുകൂടെ അടിപൊളിയെന്നാണ് അതിൽ പറയുന്നത്. പിന്നെ ഓവർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 104 വന്നിരിക്കുന്നത്. അറ്റാക്കിംഗ് അവറേജ് 91 ഉണ്ട്, ബോൾ കൺട്രോൾ 92, ഡ്രിബിളിംഗ് 93, ടൈറ്റ് പൊസിഷൻ 92. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രിബിളിംഗ് ഇതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിബിളിംഗ് കൂട്ടിയാട്ടോ, നിങ്ങൾക്ക് ഡ്രിബിൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ. അതുപോലെ ഫിനിഷിംഗ് 91 വരുന്നുണ്ട്, അത് വേണമെങ്കിൽ കൂട്ടാം. എങ്കിൽ കൂടി വിങ്ങറാണല്ലോ, അപ്പോൾ ഇതൊക്കെ മതി ആൾക്ക്. പിന്നെ കേള് 72 കുറവാണ്. അപ്പോൾ ഷൂട്ടിംഗ് വേണമെങ്കിൽ കൂടുതൽ കൂട്ടും, ഒരു 12 കൊടുത്തോ, സീനൊന്നും കാര്യമില്ല. സ്പീഡ് കുറച്ച് എക്സലേഷനോടെ കിടന്നോട്ടെ. പിന്നെ ആളുടെ സ്പീഡ് വന്നിരിക്കുന്നത് 93, ആക്സിലേഷൻ 94, കിക്കിംഗ് പവർ 93 ഉണ്ട്, അത്യാവശ്യം സെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ബാലൻസ് 91, സ്റ്റാമിന 85. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വിങ്ങർ കാർഡാണെങ്കിൽ കൂടി അത്ര കത്തിൽ സ്റ്റാറ്റ്സ് ഒന്നും പറയില്ല കേട്ടോ ഞാൻ. അത്യാവശ്യം കുഴപ്പമില്ല, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ആളുടെ വീക്ക് ഫുഡ് യൂസേജ് ഒക്കേഷനിലുള്ള വീക്ക് ഫുഡ് ആക്യുറസി ഹൈ, ഫോം സ്റ്റാൻഡേർഡ് ആണ്, ഇഞ്ചുറി റെസിസ്റ്റൻസിലോ. അപ്പോൾ വെട്ടൊക്കെ കിട്ടിയതിന് അവിടെ കിടക്കാം. എനിക്കൊരു ഇഞ്ചുറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ കയറിയിരിക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം കളിക്കുമ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ വെച്ച ക്രോസിംഗ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ വല്ല ഫ്രീ കിക്ക് ടേക്കിങ്ങോ എജിലിച്ചൊക്കെ കൊടുത്താൽ മതി, അതായിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് ഉണ്ട്, കട്ട് ബിയാൻ ടേൺ ഉണ്ട്, ആക്സലേഷൻ ബൂസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളുടെ ലോങ് റേഞ്ച് കേളർ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ലോ സ്ക്രീമർ പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത് ആൾ. അതിൽ ഫസ്റ്റ് ഏജ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, ട്രാക്ക് ബാക്ക് ഉണ്ട്, ഫൈറ്റ് പിടിച്ച്. അപ്പോൾ ആക്സലേഷൻ ബൂസ്റ്റ് പ്ലസ് ലോ സ്ക്രീമറാണ് കേട്ടോ ഉള്ള സ്കിൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്തായാലും ഒരു റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു മാസ് റിട്ടേൺ ആഡ് ചെയ്യുക. ഇപ്പോൾ കറൻറ്റ്ലി മാസ് റിട്ടേൺ ആഡ് ചെയ്തിട്ടുണ്ട്, റേസിംഗ് ഷോട്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു 1 ടച്ച് പാസ് കൊടുത്തോ, അതൊക്കെ മതി, സെറ്റായിട്ട് കളിപ്പിക്കാം. പിൻ പോയിന്റ് ക്രോസ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, വിങ്ങലിലാണ് കളിപ്പിക്കണം. അപ്പോൾ പാസിംഗ് ഔട്ട് കൂട്ടി കൊടുത്ത് പിൻ പോയിന്റ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്റ്റാറ്റ്സും സ്കിൽസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ കളി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം സാദിയോമാനയുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ജോഡി ആൽബ ആൻഡ് ഇറ്റ്സ് മാനെ. ഓക്കെ, ടേൺ എടുക്കാം. ഓക്കെ, ഒന്നുകൂടി ഇങ്ങോട്ട് ടേൺ എടുക്കാം. ഓക്കെ, നൈസ് വൺ. ഓക്കെ, ഡ്രിബിൾ ചെയ്യാം. നൈസ് വൺ. ഓക്കെ, സാദിയോ ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, നൈസ് വൺ ഫ്രം മാനെ. ഓക്കെ, മാനെ. ഓക്കെ, ഡബിൾ ടച്ച് ഇടാം, അടുപ്പിച്ച് നോക്കാം. മാനെ എടാ ബ്ലോക്ക് വന്നറാ. ജോഡി ആൽബ അഗൈൻ, സാദിയോ മാനെ. ഓക്കെ, റിവേഴ്സ് ടേൺ എടുക്കാം. നൈസ് വൺ. ഒന്നുകൂടെ ഉള്ളിൽ പോവാം. ഓക്കെ, നൈസ് ഡ്രിബിൾ. മാനെ. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. മാനെ എടാ സേവ്. ഓക്കെ, ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. മാനേനെ വെട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ, യെല്ലോ കാർഡും ഉണ്ട്. എന്തായാലും ഫ്രീ കിക്ക് കിട്ടിയിട്ട് നമുക്ക് എന്തായാലും മാനേനെ വെച്ച് കൊടുത്തു നോക്കാം. ഗോളാക്കാൻ വെച്ചാൽ നോക്കി നോക്കാം. നമുക്ക് കേളി ചെയ്ത് നോക്കാം. ഓ, ഇറങ്ങോ നോക്കാം. ജോർജ് വെസ്റ്റ് ആണ് എടുക്കടോ. ഓക്കെ, ബുസ്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ജോഡി ആൽബ ടു മാനെ. ഓക്കെ, നൈസ് വൺ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, നൈസ് മാനെ. മാനെ മാനെ. ഓക്കെ, സ്പീഡ് നന്നായിട്ടുണ്ട്. ടേൺ എടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ റിവേഴ്സ് ടേൺ എടുത്തിട്ടുണ്ട്. മാനെ, നൈസ് വൺ. ഓക്കെ, മാനെ. ഓക്കെ, ഡ്രിബിൾ ചെയ്യാം. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. എടാ സനെ ആൻഡ് ഇറ്റ്സ് റൂമി. ഓക്കെ, മാനയ്ക്ക് വെക്കാം, ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, മാനെ, ലെറ്റ്സ് ഗോ. അപ്പോൾ മാനെ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് കേട്ടോ. കിടിലൻ ഗോളായിരുന്നു, ഒന്നും പറയാല്ല. ഡബിൾ ടച്ച് ബോക്സിനുള്ളിൽ തന്നെയാണ്, എന്തായാലും കുഴപ്പമില്ല. നല്ല പൊസിഷനിങ് ആയിരുന്നു മൂപ്പര്.
സാദിയോ എടുക്കുക സാദിയോ. മാനെ ടു ആൽബ. ഓക്കെ ജോഡി ആൽബ. ഓക്കെ മാനെ രണ്ടുപേരുടെ ത്രൂ വയ്ക്കാം. ഓക്കെ നൈസ് വൺ. ഓക്കെ ടേൺ എടുക്കാം. ഗുഡ് വൺ. മാസ്റ്റർ ടേൺ ഉണ്ടാവും. ഓക്കെ നൈസ്. മാനെ അടിപ്പിച്ച് നോക്കാം. എടാ സാനെ അടിക്കുക സാനെ. എടാ പൊസിഷൻ ശരിയായില്ലടാ. കക്ക ടോണി ആൻഡ് ഇറ്റ്സ് സാദിയോ. ഓക്കെ ടേൺ തുള്ളി പോവാം. ഓക്കെ മാനെ അടിപ്പിച്ച് നോക്കാം. മാനെ എടാ പുറത്തിടാ. ഫിനിഷിങ് കൂട്ടേണ്ടി വരും. ഗുള്ളിച്ച് കക്ക എടുത്തുണ്ട്. സനെ ലോഫ്റ്റ് അടിച്ചു. മാനെ ഓക്കെ ആൻഡ് ഇറ്റ്സ് സാദിയോ. ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. ഓക്കെ സാദിയോ ഡബിൾ ടച്ച് ഇടാം. ഓക്കെ എടാ മാസില വന്ന്. ഓക്കെ എന്തായാലും ഗോളായിട്ടുണ്ട്. ഡബിൾ ടച്ച് ഇട്ടു. പക്ഷെ മാർഷൽ റിട്ടേൺ വന്നു മിക്സ് ആയിട്ട്. സോ മാനെ ഇതാ അടുത്ത ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. കിടിലൊരു മാർഷൽ റിട്ടേൺ ബൂം. സനെ ഓക്കെ അവിടെ എടുക്ക്. ഓക്കെ സന എടുത്തിട്ടുണ്ട്. റൂമി. ഓക്കെ മാനെ ഫേക്ക് ഇടാം. ഓക്കെ ഡബിൾ ടച്ച് അടിച്ചോക്കാം. മാനെ എടാ പുറത്തിടാ. ഗുള്ളിച്ച് ഓക്കെ ജോഡി ആൽബ എടുത്തിട്ടുണ്ട്. ഗുഡ് ഇന്റർസെപ്ഷൻ. മാനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ മാനെ ഓക്കെ കട്ട് ചെയ്തിട്ട് ഉള്ളി വരാം. ഓക്കെ നൈസ് ഡ്രിബിൾ മാനെ. ഓക്കെ ഡാഷ് കൊടുക്കാം. മാനെ അടുപ്പിച്ച് നോക്കാം. എടാ ഫൗളിടാ. ഓക്കെ ഫൗള് കിട്ടിയിട്ട് കേട്ടോ. സോ വീണ്ടും ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മാനേനെ കൊണ്ട് തന്നെ അടുപ്പിച്ച് നോക്കി നോക്കാം. ഇഞ്ചുറി വെച്ചിട്ടില്ല തോന്നുന്നുണ്ട് മാനയ്ക്ക്. ഓക്കെ വെച്ചിട്ടില്ല. ഓക്കെ കേള് കൊടുത്തിട്ടുണ്ട് ഗൈസ്. കേറിയ മതിയായിരുന്നു. ഒന്നും പറയല്ല. എഡ്മിൽസൺ ഓക്കെ നമ്മുടെ അടുത്തിന്റെ കക്ക ആൻഡ് മാനെ. ഓക്കെ നൈസ് സ്പീഡ്. ഓക്കെ നല്ല പേസ് ഉണ്ട് കേട്ടോ. മാനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ ഉള്ളിക്ക് വരാം. മാനെ ഡബിൾ ടച്ച് ഇടാം. മാസ്റ്റർ റിട്ടേൺ വന്ന് പുറത്തേക്ക് വേടാ. ഡബിൾ ടച്ച് മത്യൂസ് ആൻഡ് ഇറ്റ്സ് ആൽബ. മാനെ അടുപ്പിച്ച് നോക്കാം. മാനെ എടാ സേവ്. അത് സ്പേസ് കിട്ടിയില്ലടാ. അവിടെ ഫേക്ക് ഇട്ടാലും പന്ത് പോവും. കക്ക ആൻഡ് ഇറ്റ്സ് റൂമി. മാനെ ഉണ്ട് അവിടെ. ഓക്കെ മാനെ ഡബിൾ ടച്ച്. ഓക്കെ മാനെ അടുപ്പിച്ച് നോക്കാം. മാനെ പവറില്ലല്ലോ അവിടെ അടിക്ക്. എടാ മാനെ എടുക്ക് മാനെ. ഓക്കെ മാനെ എടുത്തിട്ടുണ്ട്. ഓക്കെ നൈസ് വൺ. ഡബിൾ ടച്ച് ഇടാം. മാനെ ലെറ്റ്സ് ഗോ. ഇപ്പോൾ മാനെ വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. ഒരു നൈസ് ടേക്ക് ആൻഡ് ഡ്രിബിൾ ആൻഡ് ഡബിൾ ടച്ച് കേൾ. കുഴപ്പമില്ല നൈസ് ഗോളായിരുന്നു. എടുത്തങ്ങനെ പൊക്കി പറയാനുള്ള ഗോളില്ല എന്നാലും കുഴപ്പമില്ല. മത്യൂസ് ആൻഡ് ഇറ്റ്സ് സാദിയോ മാനെ. നൈസ് ടേൺ. ഓക്കെ മാനെ കേട്ടോ ഡബിൾ ടച്ച് ഇടാം. മാസ്റ്റർ റിട്ടേൺ. ഡബിൾ ടച്ച് എന്താ. മാനെ ഡബിൾ ടച്ച് ഇടാം. മാനെ എടാ വീണ്ടും സേവ് ഇടാ. കുറെ സേവ്സ് കൊണ്ടിട്ടോ. ബലേറ്റി ജോഡി ആൽബ എടുക്കുമ്പോഴത്തെ ഓക്കെ നൈസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മത്യൂസ് ടു മാനെ. ഓക്കെ ഡ്രിബിൾ ചെയ്യാം. ഓക്കെ സ്പേസ് ഉണ്ട്. ഡ്രിബിൾ ചെയ്യാം. മാനെ ഡബിൾ ടച്ച്. ഓക്കെ നൈസ് വൺ. മാനെ അടുപ്പിച്ച് നോക്കാം. മാനെ വാട്ട് എ ഗോൾ ബ്രോ. മാനെ വീണ്ടും സ്കോർ ചെയ്തിരിക്കാണ്ടോ. കിടിലൻ ഡ്രിബിളിംഗ് ആയി. ഒരു എക്സ്യൂലത്തെ ഫിനിഷ് ആയിട്ട് മതി. ആൽബെടുക്ക് ജോഡി ആൽബ. ഓക്കെ നൈസ് വൺ. മാനെ ഇന്റർസെപ്ഷൻ എടുത്തറ വീണ്ടും. ഫെറർ ഓക്കെ മത്തൻ എടുത്തിട്ടുണ്ട്. ത്രൂ വയ്ക്കാം. മാനെ പോണ്ട്. ഓക്കെ മാനെ ഫേക്ക് ഇടാം. ഓക്കെ നൈസ് വൺ. മാനെ ഓൻ അവിടെ പോയി. മാനെ ഡബിൾ ടച്ച് ഇടാം. മാനെ എടാ ബ്ലോക്ക്. ആൻഡ് ബുസ്കറ്റ്സ് ആൽബ. മാനെ ടേൺ എടുക്കാം. ഓക്കെ നൈസ് ടേണിൽ ഫെറർ പോയിട്ട് അവിടെ ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. മാനെ ഓക്കെ അടുപ്പിച്ചോക്ക. എടാ പെനാൽറ്റി അല്ലേ. ഓക്കെ പെനാൽറ്റി ഇട്ടിട്ടുണ്ട്. മാനെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അവര് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട്. ആൻഡ് ഇറ്റ്സ് കക്ക മത്യൂസ് സാദിയോ. മാനെ നൈസ് ടേൺ. ആളുടെ ടേൺ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ ഗുഡ് വൺ. ഡബിൾ ടച്ച് ഇടാം. മാനെ അടുപ്പിച്ചോക്കാം. മാനെ ഡയറക്റ്റ് ഗോൾ കീപ്പർ ആയിടാ. നല്ലൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 6 അടിക്ക് കേള് വെച്ചിട്ടുണ്ട് ഞാൻ. മത്ത കക്ക പാസ്. ഓക്കെ ആൽബ. ഓക്കെ മാനെ ഡബിൾ ടച്ച് ഇടാം. മാനെ വാവ് പൊളി ഗോൾ. ഡബിൾ ടച്ച് മുമ്പ് ഒരു രക്ഷയിട്ടോ ഉണ്ട്. പക്ഷെ ഡബിൾ ടച്ച് അടക്കം മാസ്റ്റർ റിട്ടേൺ ആയി മാറുന്നുണ്ട്. അത് എന്റെ പ്രശ്നം. ടച്ച് എബ്ലിക്കാണല്ലോ നമുക്ക് അറിയാലോ. ജോഡി ആൽബ. മാനെ ടേൺ എടുത്തിട്ട് നൈസ് വൺ. മാനെ നൈസ് ഡ്രിബിൾ. എഗെയിൻ നൈസ് ഡ്രിബിൾ ഫ്രം മാനെ. ഓക്കെ ഡാഷ് കൊടുത്തിട്ട് ടേൺ എടുക്കാം. വൈഡ് ഇടയിൽ കൂടെ വരും. മാനെ ഡബിൾ ടച്ച് ഇടാം. ഓക്കെ നൈസ് വൺ. അടുപ്പിച്ച് നോക്കാം. മാനെ എടാ സൈഡ് കൂടെ കുറെ സൈഡ് കൂടെ പോയിട്ടോ. എന്തായാലും ഹാഫ് ടൈം ആയിട്ട് കക്ക ത്രൂ ടു മത്യൂസ് ത്രൂ വയ്ക്കാം. ഓക്കെ മാനെ ടേൺ എടുക്കാം. അടുപ്പിച്ച് നോക്കാം. മാനെ ഓക്കെ നൈസ് പൊസിഷനിങ് ആയിരുന്നു കേട്ടോ. ഓഫ് ആവേണ്ട ആളവിടെ പൊസിഷൻ ചെയ്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. ജോഡി ആൽബ മാനയ്ക്ക് വെച്ചിട്ടുണ്ട്. മാനെ ടേൺ എടുത്ത് കളിക്കാം. നമുക്ക് ഒന്ന് ഡ്രിബിളിങ് എങ്ങനെ നോക്കാം നമുക്ക് കേട്ടോ. സ്ലോ ഡ്രിബിൾ ചെയ്യാം. ഓക്കെ ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. മാനെ റിവേഴ്സ് ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ.
ഓക്കെ നൈസ് മാസ്റ്റർ റിട്ടേൺ മാനെ. ഓക്കെ ഡബിൾ ടച്ച് ഇടാം. ഓക്കെ നൈസ് വൺ. എടാ ശേ എടാ ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാനയ്ക്ക് വീണ്ടും ഫ്രീ കിട്ടി. നമുക്ക് നോക്കി നോക്കാം അടിക്കാൻ പറ്റുമോ. നേരത്തെ ഗോളായി ഫ്രീ കിക്ക് അടിച്ചപ്പോൾ മുമ്പത്തെ കളിയൊക്കെ നോക്കി നോക്കാം. ഓക്കെ കറക്റ്റ് പൊസിഷൻ തന്നെ ആട്ടോ. നമുക്ക് കേള് കൊടുത്തു നോക്കാം. ഓക്കെ അടിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. മോളിൽ കൂടെ വേടാ ശേ. കക്ക ആൻഡ് ഇറ്റ്സ് മാനെ. ഓക്കെ മാനെ ഡ്രിബിൾ ചെയ്യാം. ഡബിൾ ടച്ച് നൈസ് വൺ മാനെ. ഓക്കെ അടുപ്പിച്ചോക്ക മാനെ. എടോ പോരടോ ഏതാ സാധനം.